Hello everyone, I am Ajay. Welcome to another episode of Varna Prapancham. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ മസ്കോക്ക ലേക്ക് ഫാംസിന്റെ കുറെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. ലേക്ക് വൈനറി ഫാം ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ആവി എഞ്ചിൻ കൊണ്ടുള്ള കപ്പൽ വന്നടുക്കുന്ന സ്ഥലമാണെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എന്നാൽ അതുകൂടെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് അവിടെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. മസ്കോക്കയുടെ ഭംഗി പറയുന്നതിലും അപ്പുറം കാണുന്നതിലാണ്. മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് മസ്കോക്ക. ഒരുപാട് ലേക്ക് അവിടെയുണ്ട്. വഴിയോര കാഴ്ചകളൊക്കെ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. കാലാവസ്ഥ നന്നേ അനുകൂലമായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നല്ല മൂഡാണ്. സുന്ദരമായ നീലാകാശത്തെ പുണർന്നു നിൽക്കുന്ന മനോഹരമായ ഈ ഭൂപ്രദേശം ഒരു വ്യത്യസ്തമാർന്ന അനുഭവമാണ് നമുക്ക് ഈ യാത്രയിൽ സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യാത്ര ഒരു ബോറാകുന്ന സംഭവമേ അല്ല. ആവി എഞ്ചിൻ കൊണ്ടുള്ള കപ്പലെടുക്കുന്ന സ്ഥലമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രത്യേകതകൾ ഉണ്ടാകും എന്ന് മനസ്സിൽ സങ്കല്പിച്ചാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ ഏത് തരത്തിലായിരിക്കും എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും വലിയ ആകാംക്ഷയോടെയാണ് അങ്ങോട്ടുള്ള യാത്ര. വഴിയോരങ്ങളിലെ മരങ്ങളിലൊക്കെ അപ്പോഴും ഇലകളിങ്ങനെ പഴുത്ത് നല്ല നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയാണ്. ചെറിയ വില്ലേജ് റോഡാണെങ്കിൽ പോലും നല്ല വീതിയുണ്ട്. ഡബിൾ ലൈനാണ്. ചെറിയ ചെറിയ ഗട്ടറുകളോ വല്ലോ എന്തെങ്കിലും ഒന്ന് വന്നാൽ, ക്രാക്കൊക്കെ വന്നാലും അത് അന്നേരം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഇവിടുത്തേത്. ഇവിടുത്തെ യാത്രകളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഗട്ടറിൽ വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. കൊടുക്കേണ്ടി വരുന്ന കോമ്പൻസേഷൻ വലുതാണ്. കാരണം എല്ലാവരും ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ്. അവരുടേതായിട്ടുള്ള പ്രിവിലേജസ് ഉണ്ട്. അത് ഓർത്ത് ഇവിടെ നിയമം കർശനമായതിനാൽ റോഡുകളെല്ലാം നന്നേ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും ഉണ്ടായിരിക്കും. വർണ്ണാഭമാർന്ന ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ആണെന്ന് തോന്നും. ഞങ്ങളുടെ മസ്കോക്ക യാത്രയുടെ 4ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇവിടുത്തെ യാത്രകളിൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആവർത്തന വിരസത തോന്നാറേയില്ല. കാരണം കണ്ണിലേക്ക് കടന്നു വരുന്നത് വ്യത്യസ്തമാർന്ന ഒരുപാട് കളർഫുള്ളായിട്ടുള്ള സീനറികളാണ്. ഒന്നിനൊന്ന് മെച്ചമാണ് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും. കൃത്യമായ സൈൻ ബോർഡുകളൊക്കെയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പോരാ, അത് കൃത്യമായി പാലിക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഓരോ ട്രാഫിക് നിയമങ്ങളും, അത് പാലിച്ചുള്ള യാത്രകളും. കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരുപാട് വീടുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫാം ഹൗസുകളും. ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ആകൃതിയിൽ തന്നെ കാണാൻ ഏറെ ഭംഗിയുള്ളതാണ്. വ്യത്യസ്ത വർണ്ണങ്ങളിൽ. സൂര്യൻ്റെ ശോഭയൊക്കെ പെതിയെ മങ്ങി തുടങ്ങിയിരിക്കുന്നു.
എത്രയും പെട്ടെന്ന് ആ കാഴ്ചകളോടൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം മടങ്ങണം. ദാ ഇവിടെയാണ് ആ സ്ഥലം. ഇവിടെ എത്തി കാറ് പാർക്ക് ചെയ്തതിന് ശേഷം മുമ്പുണ്ടായിരുന്നവരോട് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് ആ വലിയ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചു വന്ന ആ സ്ഥലം ഇവിടെ അല്ല, അത് കുറച്ചുകൂടി പോണം. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇത് ഒരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. എന്നാൽ ഇതൂടെ കണ്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദാ ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി വൈബ് തന്നെയാണ്. ഇവിടെയും ഒരു ലേക്ക് തന്നെയാണ്. 2 ബോട്ട് ലാൻഡ് ഇവിടെയുണ്ട്. ഇവിടെ ഒരുപാട് പേർക്ക് പ്രൈവറ്റ് ബോട്ടുകളൊക്കെയുണ്ട്. സ്പീഡ് ബോട്ടുകളാണ് അതിൽ കൂടുതലും. ഇതാണ് ആ 2 ബോട്ട് ലാൻഡുകൾ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇതോടൊന്ന് ആസ്വദിച്ചേക്കാം എന്ന് കരുതി ഞങ്ങൾ ആ ബോട്ട് ലാൻഡിലേക്ക് നടന്ന് കയറി. ദീപയും ജിജിയും നല്ല ത്രില്ലിൽ തന്നെയാണ്. കിട്ടിയ സമയങ്ങളൊന്നും ഞങ്ങൾ പാഴാക്കിയില്ല. ഒരുമിച്ച് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എങ്ങോട്ട് തിരിച്ചു വെച്ചാലും നല്ല ഫ്രെയിമാണ്. എല്ലാവരും കുറേ വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ കളക്ട് ചെയ്ത് ദീപ എടുത്തിട്ടും മതിയാവുന്നില്ല 2 പേർക്കും. ഈ ഫ്രെയിം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു വൈബ് എന്തുമാത്രമാണെന്നുള്ളത്. അപ്പം നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും സ്ഥിതി. ആ ബോട്ട് ലാൻഡിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരികെ അതിൻ്റെ സൈഡിൽ കൂടി ഒരു പാസേജ് ഉണ്ട് നമുക്ക് നടന്നു പോകാനായിട്ട്. അതിലൂടെ കുറച്ച് നടന്ന് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്ന് നീങ്ങി. മനോഹരമാർന്ന കുറേ പ്ലേ ഗ്രൗണ്ട്സും ഗാർഡനും എല്ലാം കൊണ്ട് ഒരു വ്യത്യസ്തമാർന്ന ഒരു ഒരു അനുഭവമാണ് നമുക്കിവിടെ വരുമ്പോൾ. ഈ സ്ഥലത്തിൻ്റെ ഒരു വൈബ് നോക്കിക്കേ, കാണാൻ കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണിത്. കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ ആ പാർക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സുഖത്തേക്കാൾ വ്യത്യസ്തമാണ് ഈ നടന്നുള്ള യാത്ര. ഈ പേയ്മെൻറ്റിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നു. ആകാശത്തിൻ്റെ കളർ അവിടെ ഒരു നീല മയമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വൈബ് നോക്കിക്കേ, അടിപൊളി. കുറേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ത്രില്ലടിച്ചിട്ട് നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു മൂഡിലാണ് ഞങ്ങൾ. എന്തായാലും അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾക്കിവിടെ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മസ്കോക്കയൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള ഒരുപാട് ഐലൻഡുകൾ ഈ മസ്കോക്കയിൽ ഉണ്ട്. അതിൻ്റെ ഒരു 5% മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവൂ എന്ന് പ്രതീക്ഷിക്കുന്നു. 5 പോലും ഉണ്ടാവില്ല. ബാക്കിയൊരു 95% കാണാത്തതാണ്. ഓരോ പ്രാവശ്യവും സാഹചര്യം കിട്ടുമ്പോൾ ഓരോ ഏരിയ കവർ ചെയ്ത് മുന്നോട്ട് പോകണം. ഇങ്ങോട്ട് നോക്കിക്കേ, എന്താ ഒന്നും പറയാനില്ല. ജോലി തിരക്കുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒന്ന് റിലാക്സ് ചെയ്യുന്നത്, മനസ്സൊക്കെ ഒന്ന് ശാന്തമാകുന്നത്. നല്ല പൊക്കത്തിലൊക്കെയുള്ള ഒരുപാട് പൈൻ മരങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നത്. എൻ്റെ ആകാശത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആ ലേക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുമ്പോൾ ഒരു പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഫീല് തന്നെയാണ്. നമ്മുടെ കലണ്ടറിലൊക്കെ കാണുന്ന ചില പടങ്ങളുടെ ഒരു പ്രതീതി. കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ ചില പടങ്ങളിലൊക്കെ നോക്കിയാലും ഇതുപോലത്തെ ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഭംഗി ഡ്രോണിൽ ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ചു. ഇനിയുള്ള കുറച്ച് വിഷ്വൽസ് ഡ്രോണിൽ എടുത്തതാണ്. എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കുക.
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എവിടെ ചെന്നാലും ഞാൻ മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രോൺ ഫൂട്ടേജ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അതിൻ്റെ ആകാശ കാഴ്ചകളിലൂടെ നമ്മൾ കാണുമ്പോൾ താഴെ നിന്ന് നോക്കുന്നതിലും അപ്പുറമാണ് നമ്മുടെ ഒരു എയർ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം അത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ ഉള്ളതുപോലെ തന്നെ വാഹനങ്ങൾ 4 വീലറൊക്കെ ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും ഇതുപോലെ ലേക്കിൻ്റെ സൈഡിൽ താമസിക്കുന്നവർക്ക് മിക്ക ആൾക്കാർക്കും, അതായത് ഒരു 95% ആൾക്കാർക്കും അവർക്ക് സ്വന്തമായിട്ട് ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ ഒക്കെ ഉണ്ടാവും. അവരത് എൻജോയ് ചെയ്തിട്ടാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. സമ്മർ എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിയുടെ നാളുകളാണ് ഇവിടെ. ബാർബിക്യൂ, ബോട്ടുള്ളവരാണെങ്കിൽ ബോട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നവർ ആകണമെന്നില്ല, ദൂരെ താമസിക്കുന്നവർക്കും ബോട്ടുണ്ട്. അത് ചെറിയ ട്രെയിലറുകൾ കെട്ടിവലിച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് അവരത് മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. റൈഡിങ്ങിന് പോകാറുണ്ട്, ഫിഷിങ്ങിന് പോകാറുണ്ട്. അങ്ങനെ അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതമാണ് ഇവരുടേത്. ഇത്രയും മരങ്ങളും അതുപോലെ തന്നെ ഇലകളും ഒക്കെ പൊഴിഞ്ഞു വീഴുന്ന സ്ഥലമാണ്. എങ്കിലും ഇവിടുത്തെ ഓരോ ജലാശയങ്ങളും വളരെ വൃത്തിയോടെയാണ് പരിപാലിക്കപ്പെടുന്നത്. വൃത്തിഹീനമായ നിലയിൽ ഒന്നും തന്നെ കാണുന്നില്ല. പ്ലാസ്റ്റിക്കോ മറ്റ് മാലിന്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ മരങ്ങളുടെ ഇലകളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് ഒന്നും ഇവിടെ കാണുന്നില്ല. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്താണ് ഓരോ ജലാശയങ്ങളും. റോഡ് മാത്രമല്ല, ജലാശയങ്ങളും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. ശരിക്കും നമ്മളിതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിലും അപ്പുറം ഭംഗിയുള്ളതാണ് നമ്മുടെ കേരള നാട്. പക്ഷേ പരിപാലനത്തിൻ്റെ ഒരുപാട് കുറവുകളുണ്ട്. എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരങ്ങളാണ്. അതിന് വേണ്ടുന്ന ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഭരണാധികാരികൾ അവർ പലപ്പോഴും അതിലേക്ക് ശ്രദ്ധ തിരിക്കാറില്ല എന്നുള്ളതാണ് വലിയ ഒരു സത്യം തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ വള്ളങ്ങളോ ഒക്കെ അടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കൽപ്പടകുകളാണ് നമ്മൾ ആറ്റുതീരത്തൊക്കെ കെട്ടാറുള്ളത്. ശരിക്കും ഇതുപോലത്തെയുള്ള ഫ്ലോട്ടിംഗ് ബോട്ട് ലാൻഡുകളൊക്കെ കെട്ടാനുള്ള അനുമതിയൊക്കെ ഓരോരുത്തർക്കും കൊടുക്കണം. അതുപോലെ തന്നെ മാലിന്യ വിമുക്തമാക്കാനായിട്ട് ശ്രമിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇവിടങ്ങളിലെല്ലാം ഒരു 2 കിലോമീറ്റർ ചുറ്റളവെടുത്താൽ അതിനകത്തിലൊരു പാർക്കുണ്ടാവും. അതുപോലെ തന്നെ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ പ്ലേ ഗ്രൗണ്ടുകൾ, ഫുട്ബോള്, വോളിബോള്, ക്രിക്കറ്റ് ഒക്കെയും കളിക്കാനുള്ള ഒരുപാട് ഗ്രൗണ്ടുകളൊക്കെ ഇവിടെ സജീവമായിട്ടുണ്ട്. ഡ്രോൺ വ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഏകദേശം സമയം വൈകിയിരിക്കുന്നു, ഞങ്ങൾക്ക് മടങ്ങണം. ഞങ്ങൾ തിരികെ കാറിൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. ഒരിക്കൽ കൂടി ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു മടക്കയാത്ര. തിരിച്ചു മടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഞങ്ങൾ ആദ്യം വന്ന ആ ബോട്ട് ലാൻഡിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ പോകണമെന്നുണ്ട്. കാരണം സൂര്യൻ അസ്തമിച്ചു വരുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു വൈബാണ് ഫീൽ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി അവിടം വരെ ഒന്ന് പോയിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചു. സമയം ടൊറന്റോ ടൈം ഏകദേശം വൈകുന്നേരം 4 മണിയോടെയായി. ഇനിയും മടങ്ങണം. ഇത്രയും കണ്ടാൽ മതി. ഒരു 1 ഡേ ട്രിപ്പായിരുന്നു ഇത്. മാക്സിമം കാണാൻ പറ്റുന്നിടത്തോളം കണ്ടു ആസ്വദിച്ചു. നല്ല ടയേർഡാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മളിത് കണ്ടുപോയ സ്ഥലമാണ്. എന്നാലും ഇപ്പോൾ വരുമ്പോൾ, ഇപ്പോൾ കാണുമ്പോൾ വേറൊരു ഫീലാണ് കാണാനായിട്ട്. ഇതാണ് ഒരേ സ്ഥലം ഒരേ സമയത്തിനപ്പുറമായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ നമ്മൾ കാണുമ്പോൾ, സൂര്യോദയത്തിലും അസ്തമയങ്ങളിലും ഒക്കെ കാണുമ്പോൾ അതിന് വേറെ ഒരു ഫീൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇവിടേക്ക് മടങ്ങിയെത്തിയത്. മസ്കോക്കയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വർഷത്തെ വീഡിയോയിൽ മസ്കോക്ക സന്ദർശനത്തിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും.
ഞങ്ങളുടെ ഓരോ വീഡിയോയും അത് പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണരൂപം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. കാനഡയിലെയും കേരളത്തിലെയും ഒരുപാട് വീഡിയോകൾ, ഏകദേശം ഒരു 200-ഓളം വീഡിയോകളുണ്ട്. ചാനലിൽ കയറി സമയം കിട്ടുമ്പോഴൊക്കെ പൂർണ്ണമായും അത് കാണാൻ ശ്രമിക്കണം. കാനഡ വീഡിയോകൾ മാത്രമല്ല, എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മസ്കോക്ക ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വൺ ഡേ ട്രിപ്പ്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഏകദേശം 100-ലൊരു 5% മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി 95% ഇനിയും കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സീസണിൽ ഇവിടെ വന്ന് കാണണമെന്നാണ് ആഗ്രഹം. അതും പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.